ഹലോ ഓൾ. അപ്പം ഇന്നത്തതും ഒരു ബർത്ത്ഡേ വീഡിയോ ആണ് കേട്ടോ. വേറെ ആരുടെയല്ല, എൻ്റെ അപ്പച്ചൻ്റെ 70ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊന്നൂസിന് നല്ല പനിയായിരുന്നു. അങ്ങനെ പൊന്നൂസിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷമാണ് ഞങ്ങൾ നീണ്ടാറിലോട്ട് വന്നത് തന്നെ. പാവം, നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും. കാരണം പഴയ വീഡിയോസിലൊക്കെ പൊന്നൂസ് എന്തുമാത്രം ആക്റ്റീവ് ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ വീഡിയോയിൽ കാണുമ്പോൾ പൊന്നൂസിന് നമുക്ക് തന്നെ സങ്കടം വന്നങ്ങ്. അത്രയും ആക്റ്റീവായിട്ടിരുന്ന വാവ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര സൈലൻ്റ് ആയിട്ട്. പക്ഷെ പാവം പിഞ്ചി, പൊന്നൂസ് പിഞ്ചിയെടുത്ത് മാത്രമേ ഇരുന്നോളായിരുന്നു. അത് ചിലപ്പം വയ്യായിക കൊണ്ടിട്ടായിരിക്കും എൻ്റെ അടുത്ത് ഒട്ടും വന്നില്ല. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇവരെല്ലാവരും പാചകത്തിന് പ്രിപ്പറേഷൻ ആയിരുന്നു. ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ഞങ്ങൾ ആക്ച്വലി ആദ്യം പ്ലാൻ ചെയ്തത് കുഴിമന്തി വല്ലതും മേടിച്ച്, കാരണം ഇവരെപ്പോഴും അടുക്കളയിൽ തന്നെ ആയിരിക്കും എന്തെങ്കിലും നല്ല സംഭവം നടക്കുന്ന സമയത്ത്. അപ്പം മാമൻ പറഞ്ഞു വേണ്ട, നമുക്ക് ബിരിയാണി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബിരിയാണി ആയിരുന്നു ഉച്ചയ്ക്കത്തെ ലഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ചേട്ടനും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. അത് ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഫസ്റ്റ് ടൈമാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ചേട്ടൻ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. പൊന്നൂസിനെ മാക്സിമം ഒന്ന് ഉഷാറാക്കാനായിട്ട് എല്ലാവരും കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. പൊന്നൂസ് അധികം താഴെ ഇറങ്ങാതെ ഇങ്ങനെ എന്താ പറയുന്നത്, എപ്പോഴും ഒന്നെങ്കിൽ കുഞ്ഞ അല്ലെങ്കിൽ പിഞ്ചി, സോറി പ്രിൻസി, ഞങ്ങൾ പിഞ്ചി എന്നാണ് അവളെ വിളിക്കുന്നത്. അപ്പം അതിൻ്റെ വായിൽ അതേ വരുന്നുള്ളൂ. ഇത് ബിരിയാണി കഴിച്ച് കഴിഞ്ഞതിൻ്റെ ആ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്. വെറുതെ പറഞ്ഞു കേട്ടോ, ചുമ്മാ ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ച് കളിച്ചതാ. സത്യം പറയാം, ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന വേറൊന്നും കൊണ്ടല്ല. അതിനകത്ത് എല്ലാവർക്കും അറിയാം നിനക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം തന്നെയാണ്. പിന്നെ ഇനി അങ്ങോട്ട് ഇവരുടെ ഗാനമേളയും ഒക്കെ ഉണ്ട് ഇതിനകത്തൊക്കെ കോപ്പിറൈറ്റ് അടിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ രണ്ടും കൽപ്പിച്ച് എന്തായാലും അത് അപ്ലോഡ് ചെയ്യാം. കോപ്പിറൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. അത് ആ സോങ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാനേ പറ്റൂ. പക്ഷെ എന്നാലും സാരമില്ല, ഞാൻ എന്നോ ഇട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് പാട്ടൊക്കെ പാടിയിട്ട് അത് ഇടാതിരുന്നാൽ മോശമല്ലേ. അതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഡാൻസിൻ്റെത് സോങ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ വോയിസ് ഓവർ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അല്ലാതെ ഇവർ പാടിയ പാട്ടുകളൊക്കെ അങ്ങനെ അങ്ങ് പ്ലേ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. പിന്നെ എപ്പോഴെങ്കിലും നിങ്ങളെൻ്റെ വീഡിയോ എടുത്ത് നോക്കുന്ന സമയത്ത് എന്തായാലും മ്യൂട്ടായി കിടക്കുന്നത് എന്ന് തോന്നരുതല്ലോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് ഞാനും പിഞ്ചിയും കേക്ക് മേടിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്കറിയാം ഇത് ഏതാ സ്ഥലം, നീണ്ടകര. അപ്പം ഞങ്ങൾ കേക്ക് മേടിക്കാനായിട്ട് ഇവിടെ കേക്ക്സ് ആൻഡ് കേക്ക്സ് എന്ന് പറഞ്ഞ കടയുണ്ടായിരുന്നു ശക്തികുളങ്ങരയിൽ. അവിടെയാണ് ഞാനും പിഞ്ചിയും ഇപ്പോൾ കേക്ക് മേടിച്ചത്. നല്ല കേക്കായിരുന്നു. സപ്തതിയുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കപ്പെടുന്ന പരിപാടിയിൽ എത്തിപ്പെട്ട മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ, മറുനാമക്കൾ എല്ലാവരും എത്രയും പെട്ടെന്ന് കേക്ക് കട്ടിങ്ങിനായി എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിച്ചു. 70ാം വയസ്സാണ് നടക്കുന്ന കടത്തനാൾ സവാരി ഞങ്ങളുടെ മക്കളുടെ എല്ലാവരുടെയും സന്തോഷം പങ്കുവയ്ക്കുവാനായി എത്രയും പെട്ടെന്ന് ഈ വേദിയിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വേദിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്തോളൂ. എൻ്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ സൗണ്ട് കൊള്ളാമെന്ന്. ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് താങ്ക്സ്. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ എൻ്റെ സൗണ്ട് ഭയങ്കര ബോറാണെന്നുള്ള കാര്യം എനിക്ക് തന്നെ നന്നായിട്ട് അറിയാം. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കും പനിയാണ്, ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ടൊരു എനർജറ്റിക്കായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. സോറി. നെക്സ്റ്റ് വീഡിയോ ഞാൻ സൂപ്പറായിട്ട് സംസാരിക്കുന്നതാണ്. പിന്നെ ഈ സംഭവം എന്ന് പറയുന്നത് അപ്പച്ചൻ്റെ 3 മക്കളും കൂടി ചേർന്നിട്ട് അപ്പച്ചനൊരു ഗിഫ്റ്റ് കൊടുത്തതാണ്. വേറൊന്നുമല്ല, മുണ്ടും ഷർട്ടും. അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. നമ്മുടെ ബർത്ത്ഡേ ബോയ് ഒരുക്കുന്ന വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. ആളെന്തായാലും ഒരുങ്ങി റെഡിയായി വന്നതിന് ശേഷമായിരുന്നു കേക്ക് കട്ടിങ്. ഇത് ചുമ്മാ വല്യമ്മച്ചി ഞങ്ങളവിടെ നിന്നിട്ട് കളിയാക്കുന്നതാണ്. മെയിൽ വല്യമ്മച്ചിയുടെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞ് ആളെ സമാധാനിപ്പിച്ചിരുത്തേക്കാണ് അവിടെ. ചുമ്മാ അറിഞ്ഞ കേട്ടോ, മാമൻ ചുമ്മാ ഇരുന്ന് കളിയാക്കുന്ന വല്യമ്മച്ചിയാണ്. അപ്പം നമുക്കിനി ബാക്കി കേക്ക് കട്ടിങ്ങിലോട്ടൊക്കെ പോവാം. ഈ വീഡിയോയിൽ കുറച്ച് പേര് മിസ്സിങ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ഫുൾ ഫാമിലി ഇതിനകത്തില്ല. ഒന്ന് എൻ്റെ പ്രിയ, അവളിവിടെ ഇല്ല. അവളും ഹസ്ബൻഡും ദുബായിലാണ്. അത് മാത്രമല്ല പ്രിയയുടെ പപ്പയും അവിടെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അനിയനും ഇല്ല.
ഇത്രയും പേര് ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം. ഇവരില്ലാതെ നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് ആവത്തില്ല. പക്ഷേ നമ്മൾ പ്രിയയും അച്ഛനെയും എൻ്റെ അനിയനെയും നമ്മൾ വീഡിയോ കോളിലൂടെയെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൊച്ചപ്പന് കിട്ടിയില്ല ആ സമയത്ത്. അപ്പം നമുക്ക് ബാക്കി കേക്ക് കട്ടിങ് ഒക്കെ നോക്കാം. ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങും ബാക്കി വിശേഷങ്ങളിലോട്ടും പോവാം. ഏത് പാട്ടാ പൊന്നു പാടുന്നേ? അമ്മമ്മ നോക്ക് മോനെ. മോനെ മന്ദമായി വന്നു വീശി ആനന്ദം തന്നീളം തന്നലേ വീശി നിങ്ങളെ കൊണ്ട് പറ്റുക
പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ എന്തിനുള്ളിൽ ദൈവത്തെ നിറയ്ക്കണേ. ഈ പാട്ട് പാടാൻ പാതി അറിയോ? ഒരു ഭാര്യയ്ക്ക് വേണ്ടി ഒരു പാട്ടാൻ പോകാം. വീട്ടിലുണ്ടാക്കി പല സിനിമയിലെ പാട്ട് ഇതിന്റെ കുളിപ്പ് കണ്ടിട്ട് ഞാൻ എന്തൊക്കെയാണടി തങ്കമ്മേ. കാപ്പാട്ട് പോകണം കോമഡിയാണ്. മഴവില്ലായി വളരണം എന്മണി ആഴിത്തിരമാല പോലെ കാത്തു പിരിച്ചെറു തൂവൽ വീശി കാറ്റിലായി കടവിതളായി വഴിയിൽ നീ മഴയായി കൊണ്ടടി ചെറുകിളികൾ വരവായി മനമൊരുവും വേദനയിൽ ആൺകിളിയാ കഥ പാടി. സൂപ്പർ സൂപ്പർ. വീട്ടിൽ പാടുപാടുണ്ടാവല്ലോ.
അത് കടത്തിയാണ് ഇത് വളമില്ല. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരയ്ക്കൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരയ്ക്കൻ വെള്ളം. താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു. പിന്നെ കണ്ടടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പിന്നെ നിൻകവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. പിന്നെ നിൻകവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കും വെള്ളം, അന്നു നമ്മളൊന്നാത്തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരയ്ക്കൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരയ്ക്കൻ വെള്ളം. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി, അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുമുത്തി. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരി അടിയുടെ മൂന്ന് എണ്ണത്തിലേക്കാണ് കാണാൻ വയ്യ. ഇങ്ങനെ പാട്. നിനക്ക് രണ്ടിലേക്ക് പാടാം. രണ്ടിലേക്ക് ഇവിടെ സമൂഹ നിലവറമൈനമൈനി സരസസുന്ദരി മണിനി അലസമായുറങ്ങിയോ കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ തോന്നിയോ വിരലിൽ നിന്നും വഴുതി വീണും വിരസമായൊരാദ്യതാളം പരന്ന വിപ്പാട്ടിലെയും ശ്രുതി പഴയൊരു തമ്പുരു തേനി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമയങ്ങി വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമായി. വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമായി. വിദൂരയാമീ വീണ പൂവിൻ ഇരുളറിഞ്ഞ
പഴന്തമിഴ് പാട്ടിലെയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു ദേവി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈ അപ്പം കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞത് കലാശക്കൊട്ടാണ് കേട്ടോ. പൊന്നൂസ് ലാസ്റ്റ് ആയപ്പോൾ പൊന്നൂസ് ഭയങ്കര എനർജറ്റിക് ആയി. അത് തന്നെ ഒരു സമാധാനമായി. മോളുടെ പനിയൊക്കെ മാറിയത് കണ്ടപ്പോൾ തന്നെ ഒരു ആശ്വാസമായി. അപ്പം ഇന്നത്തേക്ക് ഇത്രയും വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അപ്പം തന്നെ അങ്ങ് വീട്ടിലോട്ട് തിരിക്കാമെന്ന് വിചാരിച്ചു. ചേട്ടൻ വൈകിട്ട് നേരത്തെ പോയി ഡ്യൂട്ടി ഉള്ളത് കാരണം. അപ്പം ഇന്നത്തേക്ക് ഇത്രയും വിശേഷങ്ങളേ ഉള്ളൂ. ഓക്കെ ദെൻ ബൈ.